എടേ ഏതര ഈ അഴുക്കപ്പയിൽ തന്തയ്ക്ക് പറക്കാത്ത നാറി എന്തെന്ന് രമേശ് നാരായണനാ? അവൻ്റെ കുഞ്ഞമ്മയുടെ നാത്തൂൻ്റെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെയും വീട്. ഈ കള്ള നായിൻ്റെ മോൻ്റെ എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഈ കള്ള രമേശ് നാരായണൻ എന്ന് പറയണ ചെറ്റപ്പര നാറിയുടെ വീട്. ഈ നാറി സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നാറീനെ അറിയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്നലെ തൊട്ടാണ് ഈ നാറീനെ അറിയാൻ തുടങ്ങിയത്. തന്നെ ഈ പരനാറീനെ ഒരു മനുഷ്യർക്കും അറിഞ്ഞൂടെ. ഇവൻ ഏത് ചെറ്റയെന്നുമാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഏത് രമേശ് നാരായണൻ? ഇവൻ എന്തോ സംഗീത സംവിധായകനാണ്. അവൻ്റെ കുഞ്ഞമ്മയുടെ നാത്തൂൻ്റെ വീട്ടിൻ്റെ അടുത്താണ് വീണ്ടും എൻ്റെ വീട്. അപ്പം ഈ നാറീനെ സത്യം പറഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടെ ഈ നാറി ഏതാണെന്ന്. ഈ പരനാറി ഈ ചെറ്റ പുന്നാര മോൻ ഇന്നലെ കാണിച്ച ഒരു തന്തയില്ലാത്ത പരിപാടിയുണ്ട്. സത്യം പറഞ്ഞാൽ തീർത്തും തന്തയില്ലാത്ത പരിപാടിയാണ്. തന്തയ്ക്കുള്ളവന്മാർ ചെയ്യുന്ന പരിപാടിയല്ല ഈ നാറി ചെയ്തത്. മലയാളത്തിൻ്റെ യുവനടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം ആസിഫ് അലി എന്ന് പറയുന്ന ഈ നടൻ അറിയപ്പെടും. സത്യം പറഞ്ഞാൽ ആസിഫ് അലിയുടെ 7 അയലത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ല ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന തന്തയില്ല കഴിവേറി അവൻ്റെ അമ്മയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. സത്യം പറഞ്ഞാൽ ഈ നാറി കാണിച്ച പരിപാടി എന്തായിരുന്നറിയോ? ഇന്നലെ അവാർഡ് ദാനത്തിന്, അതായത് ആസിഫ് അലിയാണ് ഈ നാറിക്ക് ഒരു അവാർഡ് കൊടുക്കുന്നത്. ആ അവാർഡ് വാങ്ങാൻ പോലും ഉള്ളൊരിത് കാണിക്കാതെ ഒരു നടനെ അപമാനിച്ചു വിടുകയാണ്. സത്യം പറഞ്ഞാൽ ഈ നാറിക്ക് ആസിഫ് അലിയുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യതയില്ല. ഈ നാറി സംഗീത സംവിധായകനാണ് ചെറ്റ, ഈ നാറി എന്തോ പാട്ടുകാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്നേവരെ ഈ നാറീനെ ഇന്നേവരെ കണ്ടിട്ടില്ല. ഈ തായോളീനെ സത്യം പറഞ്ഞാൽ 2 തെറി വിളിക്കുന്നതിൽ തോന്നല്ലേ ഒരു തന്തയില്ല കഴിവേറിയ തന്ത ഇല്ലാതെ ആർക്കോ ഉണ്ടായത് ഒരു കഴിവേറി. അല്ലാതെ ഇവനെയൊക്കെ എന്ത് പറയാനാ? അതെ, ഒരു യുവനടൻ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഒരാൾ സ്നേഹത്തോടെ തരുമ്പോഴേ അത് വാങ്ങാനുള്ളൊരു മര്യാദ വേണ്ടേ? എന്നിട്ട് വേറെ അവൻ്റെ കുഞ്ഞമ്മയുടെ നാത്തൂൻ്റെ അനിയത്തിയുടെ അവൻ്റെ അമ്മച്ചിയുടെ 2ാം കെട്ടിലെ കുഞ്ഞമ്മയുടെ മോനെ വിളിച്ചിട്ട് അത് മേടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഈ തായോളി ഉമ്മ കൊടുക്കുന്നു. പക്ഷേ അതൊരു പുഞ്ചിരിയോടെ നേരിട്ട് ആസിഫ് അലി, അതിനൊരു ബിഗ് സല്യൂട്ട്. സത്യം പറഞ്ഞാൽ ഈ നാറി ഏത് ചെറ്റയാണെന്ന് എനിക്കറിയില്ല. ഇവൻ്റെ അമ്മയുടെ, വീണ്ടും പറയാണ്, ഇവൻ്റെ അമ്മയുടെ കുഞ്ഞമ്മയുടെ നാത്തൂൻ്റെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. സത്യം പറഞ്ഞാൽ ഇവനെ നല്ല പുലത്തേറി 4 വിളിക്കണമെന്നുണ്ട്. ഞാൻ വിളിക്കുന്നില്ല, തന്തയില്ല കഴിവേറിയ. ഇത്രയേ പറയുന്നുള്ളൂ. നിർത്തുന്നു. രമേശ് നാരായണൻ അവൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്.